നാട്ടിൽ നിറഞ്ഞ ഫ്ലെക്സുകളെ ഗ്രോ ബാഗുകളാക്കി സ്കൂൾ വിദ്യാർത്ഥികൾ. പത്തനംതിട്ട റാന്നി 800-ാം വയൽ CMS കോളേജിലെ കുട്ടികളാണ് ഗ്രോ ബാഗ് നിർമ്മാണം തുടങ്ങിയത്. 500 ബാഗുകൾ നിർമ്മിക്കാനാണ് ശ്രമം. തിരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യം കഴിഞ്ഞവയും മറ്റു പരിപാടികളുടെയും ഫ്ലെക്സുകൾ ശേഖരിച്ചാണ് ഗ്രോ ബാഗ് നിർമ്മാണം. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് ഗ്രോ ബാഗ്. കഴിഞ്ഞ ദിവസം 100 ബാഗുകൾ നിർമ്മിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരോട് തിരഞ്ഞെടുപ്പ് കാലത്തെ കൂടുതൽ ഫ്ലെക്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിന്റെ ചെലവ് കുറയുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം കൂടിയാണ് ലക്ഷ്യം. തക്കാളി, മുളക്, വഴുതന, വെണ്ട തുടങ്ങിയ പച്ചക്കറികളാണ് ഗ്രോ ബാഗുകളിൽ വളർത്താൻ ആലോചിക്കുന്നത്. സ്കൂളിന്റെ പരിസരങ്ങളിൽ കഴിഞ്ഞ മാസം നടന്ന ഇലക്ഷന്റെ ഭാഗമായി ധാരാളം ഫ്ലെക്സ് ബോർഡുകൾ കണ്ടു. അപ്പം അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണെന്ന് നമുക്കറിയാം. അപ്പം അതിനെ എങ്ങനെ ഭൂമിക്ക് ഒരു ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന ഒരു ചിന്തയിലൂടെയാണ് ഞങ്ങൾ ഫ്ലെക്സ് ബോർഡ് കൊണ്ട് ഗ്രോ ബാഗ് നിർമ്മിക്കാൻ എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന ഈ ഫ്ലെക്സുകൾ ഒരു കൃഷിക്കായി ഉപയോഗപ്പെടുത്താൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഗ്രോ ബാഗുകളിലെ കൃഷിക്കുള്ള വളം സമീപത്തെ കർഷക വിപണി സ്കൂളിന് കൈമാറി. സ്കൂളിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ പങ്കാളികളായ കുട്ടികളാണ് ബാഗ് നിർമ്മിക്കുന്നത്. പച്ചക്കറി തൈകൾ നട്ട് പരിപാലിച്ച് വിളവെടുക്കുന്നതും കുട്ടികളുടെ ചുമതലയാണ്. അധ്യാപകരും ഒപ്പം ചേരും. മനോരമ ന്യൂസ്, പത്തനംതിട്ട.